ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു KP ചാനൽ. നിങ്ങളെ ഉണ്ണിക്കാമ്പ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നും ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ണിക്കാമ്പിനെ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി എനിക്ക് ലഭിച്ച എൻ്റെ ബന്ധു തന്നൊരു ഉണ്ണിക്കാമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മളുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് വട്ടത്തിൽ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ നാരുകൾ നമ്മളെ കയ്യിൽ വിരലിൽ വരത്തക്ക വിധം നമ്മളതിനെ സൂക്ഷിച്ച് അരിഞ്ഞെടുക്കണം. അതിൻ്റെ നൂല് നമ്മളെ കയ്യിൽ പറ്റുകയും ചെയ്യും, നമുക്ക് കത്തി കൊള്ളുകയുമില്ല, നമുക്കത് അതിലെ നാര് പോക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. രണ്ടോ മൂന്നോ വട്ടത്തിലുള്ള കഷ്ണം ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കാം. വാഴക്കുല വെട്ടിയാൽ ഉടനെ ചെയ്യുന്ന പരിപാടി, അടുത്ത പരിപാടി ഇതാണ്. വാഴൻ്റെ തടി പൊളിച്ചിട്ട് നമുക്ക് ഉണ്ണിക്കാമ്പെടുത്ത് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ണിക്കാമ്പ് കൊണ്ട് ഉപ്പേരി തന്നെയാണ്. നമുക്കതിലൊരു നെത്തൽ മീൻ ആഡ് ചെയ്തുകൊണ്ട് രണ്ടും ഒരുമിച്ച് വേവിച്ചിട്ട് നമുക്കത് ഒന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതാ നമ്മുടെ വാഴ പിണ്ടിയൊക്കെ നമ്മൾ അരിഞ്ഞു ശേഷം അതിൽ പച്ചമുളക് ഇടുക, കറിവേപ്പില ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഞാനതിൽ ഉപ്പ് കലക്കിയിട്ട് ചട്ടിയിലേക്കത് ഇടുന്നുണ്ട്. ഇവിടെ ഇതിന് ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റു പേരുകൾ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ നെത്തൽ മീൻ അതിൽ ആഡ് ചെയ്യാൻ സമയം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിയും ആഡ് ചെയ്ത് നമുക്ക് അതിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് മൂടി വെക്കാം. ചെറു തീയിൽ വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് അധിക വെള്ളം ഒന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ചെറിയ തീയിൽ നമുക്കത് മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണിത്. അപ്പോൾ നമ്മൾ ആ നെത്തൽ മീൻ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നോക്കാം. അടുത്തതായി നമുക്കതിന് വറവിടാം. ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ഏകദേശം വറവിട്ടെടുക്കാം. ഉണ്ണിക്കാമ്പ് നെത്തൽ ഉപ്പേരി ഇതവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ് എവരിവൺ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.